ഹായ് ഗായ്സ്, അസ്സലാമു അലൈക്കും. എന്തൊക്കെയുണ്ട് വിശേഷം? അപ്പോൾ ഞാൻ കുറേ നാളായി ഗൈസ് ഇതുപോലെ വീഡിയോസ് ചെയ്തിട്ട്, അതായത് ഞാൻ ബാക്ക്ഗ്രൗണ്ട് ഇങ്ങനെ വോയിസ് ഓവർ തന്നുകൊണ്ട് വീഡിയോ ചെയ്തിട്ട് ഒരുപാട് നാളായി. ഇപ്പോൾ ചെയ്യുന്ന വീഡിയോസിനെല്ലാം ഞങ്ങൾ ഓൾറെഡി കറണ്ട് സിറ്റുവേഷനിൽ എന്താണോ സംസാരിക്കുന്നത് അത് തന്നെ വീഡിയോയിൽ കറക്റ്റായിട്ട് ആ വോയിസ് തന്നെ ഇട്ടാണ് ഞാൻ ഇടാറുള്ളത്. കാരണം പാത്തൂസിൻ്റെ വീഡിയോസിനൊന്നും പ്രത്യേകിച്ച് നമ്മൾ ബാക്ക്ഗ്രൗണ്ട് വോയിസ് ഓവർ കൊടുക്കേണ്ട ആവശ്യമില്ലല്ലോ. അവൾ സംസാരിക്കുന്നതും ഞങ്ങൾ സംസാരിക്കുന്നതും ഒക്കെ തന്നെയാണ് ഇട്ടുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ ഇന്ന് ഞാൻ ഇട്ടേക്കുന്ന വീഡിയോ നമ്മൾ സമറ പാർക്കിൽ പോയ വീഡിയോ ആണ്. അതിന് ഞാൻ വോയിസ് ഓവർ ബാക്ക്ഗ്രൗണ്ട് തന്നേ പറ്റൂ എന്നുള്ള സിറ്റുവേഷൻ ആയതുകൊണ്ടാണ് ഞാൻ ഇങ്ങനെ വീഡിയോ ഇടുന്നത്. കാര്യം നമ്മളിപ്പോൾ പോകുന്ന സ്ഥലത്തെപ്പറ്റി നിങ്ങൾക്ക് മനസ്സിലാവാനും കാര്യങ്ങളെല്ലാം പറയാനും ഒക്കെ നമ്മൾ വോയിസ് ഓവർ ഇടുന്നതായിരിക്കും ബെറ്റർ. കാര്യം ഇതിൻ്റെ ഓണായിട്ടുള്ള ഈ വീഡിയോ എടുത്തപ്പോൾ ഉള്ള സൗണ്ട് ആണെങ്കിൽ എന്താ പ്രശ്നം എന്ന് വെച്ചാൽ ഭയങ്കര നോയ്സൊക്കെയാണ്, നമ്മുടെ വണ്ടിയുടെയും അല്ലാത്ത ഹോണും അതും ഇതുമൊക്കെ. അപ്പോൾ നിങ്ങൾക്ക് ക്ലിയർ ആവില്ല കേട്ടോ. അതുകൊണ്ടാണ് ഞാനിപ്പോൾ ഇങ്ങനെ ചെയ്യുന്നത്. അപ്പോൾ നിങ്ങൾക്ക് എല്ലാവർക്കും സുഖമല്ലേ? നമ്മൾ ഓൾറെഡി സമറ പാർക്കിൽ പോയ ഡേയിൽ ലൈവ് ഉണ്ടായിരുന്നു. ലൈവിൽ എല്ലാവരും ഓൾമോസ്റ്റ് സമറ പാർക്കും കാര്യങ്ങളും ഒക്കെ ഞാൻ കണ്ടതാണ്. നിങ്ങൾ ചോദിച്ച എല്ലാ ഡൗട്ട്സും ഞാൻ ക്ലിയർ ചെയ്ത് ആൻസേഴ്സ് എല്ലാവർക്കും തന്നതുമാണ്. പിന്നെ എന്തിനാണ് ഇപ്പോൾ ഇങ്ങനെ ഒരു വീഡിയോ ഇട്ടതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അതിൻ്റെ മെയിനായിട്ടുള്ള റീസൺ, അന്ന് ലൈവിൽ ഒരുപാട് പേര് നമ്മളോട് കംപ്ലൈൻറ്റ് പറഞ്ഞായിരുന്നു. അവർക്ക് ലൈറ്റിൻ്റെ റിഫ്ലക്സ് കാരണം സമറ പാർക്കൊന്നും ക്ലിയർ ആയിട്ട് കാണാൻ പറ്റുന്നില്ല, വ്യൂ ഒന്നും ക്ലിയർ ആയിരുന്നില്ല. അപ്പോൾ അവരോട് ഞാൻ പറഞ്ഞിരുന്നു, ഞാൻ വീഡിയോ ഓൾറെഡി വേറൊരു ഫോണിൽ എടുക്കുന്നുണ്ട്, അത് ഞാൻ എഡിറ്റ് ചെയ്ത് നിങ്ങൾക്ക് നല്ല പോലെ കാണുന്ന രീതിയിൽ ഒരു ചെറിയ വീഡിയോ ആക്കി ഇടാമെന്ന് പറഞ്ഞിരുന്നു. പക്ഷേ ഈ വീഡിയോയുടെ ലെങ്ത് നല്ല കൂടുതലാണ്. കാര്യം ഞാനിങ്ങനെ സംസാരിക്കുന്നതുകൊണ്ട് അതിനനുസരിച്ച് ഞാൻ വീഡിയോ ഇതിനകത്ത് ഇട്ടിട്ടുമുണ്ട്. അപ്പോൾ എൻ്റെ സംസാരം തീരുന്നവരെയും ഈ വീഡിയോ ഇങ്ങനെ പൊക്കോണ്ടിരിക്കും. അതാണ് അതിൻ്റെ മെയിൻ പോയിൻറ്റ്. ഓക്കെ, എന്താണേലും ബോറടിക്കുന്നില്ല എന്നുണ്ടെങ്കിൽ മാക്സിമം ഫുള്ള് കാണാൻ ശ്രമിക്കുക കേട്ടോ. സ്കിപ്പ് അടിക്കാതിരിക്കുക. പരസ്യമൊക്കെ വരുമ്പോഴത്തേനും സ്കിപ്പ് അടിക്കാതെ മുഴുവൻ ഞങ്ങൾക്ക് വേണ്ടി കാണുക കേട്ടോ. പിന്നെ അപ്പോൾ ഞങ്ങൾ പൊക്കോണ്ടിരിക്കുകയാണ്. ഇത് ഓൺ ദ വേ ആണ്. സമറ പാർക്ക് എത്താറായി. അന്ന് സമറ പാർക്കിൽ അന്ന് ഞങ്ങൾ ലൈവ് ഉണ്ടായിരുന്നപ്പോൾ എനിക്ക് തോന്നുന്നു 1 lakh എബവ് ആൾക്കാരുണ്ടായിരുന്നു നമ്മുടെ ലൈവിൽ കേട്ടോ. അവരെല്ലാവരും നമുക്ക് നല്ല സപ്പോർട്ടായിരുന്നു. അവർക്കെല്ലാം ഒരുപാട് താങ്ക്സ് ഞാനിപ്പോൾ പറയുവാണ്. അവരിലിപ്പോൾ കുറച്ച് പേരെങ്കിലും നമ്മുടെ ഈ വീഡിയോ കാണുന്നുണ്ടെങ്കിൽ അന്ന് നമ്മുടെ കൂടെ ജോയിൻ ചെയ്ത എല്ലാവർക്കും ഒരുപാട് താങ്ക്സ് കേട്ടോ. അപ്പോൾ അവർക്കാണ് കൂടുതലും നന്നായിട്ടുള്ള വ്യൂ കാണിക്കാൻ വേണ്ടിയിട്ടാണ്, നല്ല പോലെ ക്ലിയർ ആയിട്ട് കാണിക്കാൻ വേണ്ടി അവർക്ക് വേണ്ടിയാണ് ഞാൻ മെയിനായിട്ട് ഇത് ഇടുന്നത്. അപ്പോൾ പുതിയതായിട്ട് ഈ വീഡിയോ അന്ന് ലൈവിൽ വരാത്ത ആരെങ്കിലും കാണുന്നുണ്ടെങ്കിൽ, സമറ പാർക്ക് എന്ന് പറയുന്നത് സൗദി അറേബ്യയിലെ ഹൈലിൽ ഉള്ള ഒരു അത്യാവശ്യം വലിയൊരു പാർക്കാണ്. നമുക്ക് ആ പാർക്കിൻ്റെ ഏറ്റവും മുകളിലെ പോയിന്റിൽ പോയി നിന്ന് കഴിഞ്ഞാൽ അതൊരു മല പോലെ ഉണ്ട്. അതിൻ്റെ മുകളിൽ പോയി നിന്നാൽ നമുക്ക് ഹൈല് മൊത്തം വ്യൂ ആ ഒരൊറ്റ സ്പോട്ടിൽ നിന്ന് കാണാൻ പറ്റും. പിന്നെ താഴെയായിട്ട് മൊത്തം ഞങ്ങൾ ഇപ്പോൾ ഈ വീഡിയോയിൽ പോയേക്കുന്ന താഴ്ഭാഗം മാത്രമേ ഉള്ളൂ. ആ മുകളിലത്തെ പോയിന്റ് വ്യൂ കാണാൻ പോയിട്ടില്ല, ഈ വീഡിയോയിൽ പോയിട്ടില്ല. അപ്പോൾ നിങ്ങൾക്ക് ഇപ്പോൾ ഈ കാണുന്ന ഈ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ നിങ്ങൾക്ക് കമൻറ്റ് ചെയ്യാം. നിങ്ങൾ കമൻറ്റ് ആ പോയിന്റിൽ പോയി നിങ്ങൾക്ക് കാണുമെന്ന് കമൻറ്റ് ചെയ്യുകയാണെങ്കിൽ ഞങ്ങൾ ഉറപ്പായിട്ടും അവിടെ പോവുകയും നിങ്ങളെ ആ പോയിന്റിൽ നിന്നുകൊണ്ട് ബാക്കി വ്യൂ ഒക്കെ ലൈവിൽ വന്ന് കാണിക്കുകയും ഇതുപോലെ വീഡിയോ ഇടുന്നതും ചെയ്യുന്നതായിരിക്കും. അപ്പോൾ എത്ര പേർക്ക് കാണണം എന്ന് ആഗ്രഹമുണ്ടോ അത്രയും പേര് കമൻറ്റ് ഇടുക. കമൻറ്റ് ഒന്നും ഇല്ല എന്നുണ്ടെങ്കിൽ അതിൻ്റെ ആവശ്യമില്ലല്ലോ. അപ്പോൾ നിങ്ങൾക്ക് ഇഷ്ടമാണെങ്കിൽ നമ്മൾ കാണിക്കാം. ഈ സമറ പാർക്ക് ആണെങ്കിൽ നമ്മൾ ലാസ്റ്റ് ഒരു ലൈവിൽ വന്നപ്പോൾ എല്ലാവർക്കും കാണണം എന്ന് പറഞ്ഞതിൻ്റെ പേരിലാണ് ഞങ്ങൾ സമറ പാർക്കിൽ പോയതും അവിടെ പോയി ലൈവ് ചെയ്തതും. നല്ല സപ്പോർട്ടും ഉണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ ഈ കാണുന്ന ലൈറ്റിംഗ് ഒക്കെ ഇല്ലേ, ആ ഒരു ഷേപ്പിലൊക്കെ ഉണ്ടാക്കി വെച്ചേക്കുന്ന അതാണ് കേട്ടോ ഞാൻ പറഞ്ഞ ആ ഒരു മല. അതിനെയാണ് ആ ലൈറ്റൊക്കെ വെച്ച് അറേഞ്ച് ചെയ്ത് വെച്ചേക്കുന്നത്. അതിൻ്റെ ഏറ്റവും മുകളിലെ സ്പോട്ടിലായിട്ട് ഒരു ഹോട്ടലൊക്കെയാണ്, വലിയൊരു ഹോട്ടലാണ്. അവിടെ നിന്നുകൊണ്ട് താഴോട്ട് നോക്കുമ്പോഴാണ് നമുക്ക് ഈ ഹൈലിൽ ഫുൾ വ്യൂ കാണാൻ പറ്റുന്നത്. അപ്പോൾ നമ്മൾ പാർക്ക് എത്തി അകത്തോട്ട് കയറുകയാണ്. എൻട്രൻസ് ആണ് ഇപ്പോൾ കണ്ട ആ ഗേറ്റ്. അങ്ങനെ ഞങ്ങൾ അകത്തോട്ട് പോയി. അപ്പോൾ സാധാരണ ഞങ്ങൾ എല്ലാ പ്രാവശ്യവും ഇവിടെ വരുമ്പോൾ ഒരു എൻട്രി ഫീസ് ഉണ്ടായിരുന്നു കേട്ടോ. എന്താണെന്നറിയില്ല, ഞങ്ങൾ അതിൻ്റെ പിന്നാമ്പുറം വഴിയാണെന്ന് തോന്നുന്നു ഈ പ്രാവശ്യം കയറിയത്, ബാക്ക് സൈഡ് വഴിയാണെന്ന് തോന്നുന്നു കയറിയത്. അതുകൊണ്ടാവാം മേ ബി ആരും അവിടെ ഇരിപ്പില്ലായിരുന്നു പൈസ വാങ്ങാൻ. അതുകൊണ്ട് ഞങ്ങൾ നോക്കി അവിടെ ആരെങ്കിലും ഇരിപ്പുണ്ടെന്ന്. വളരെ തുച്ഛം പൈസയേ ഉള്ളൂ, പക്ഷെ ആരും ഇല്ലായിരുന്നു. അതുകൊണ്ട് ഞങ്ങൾ കയറിപ്പോയി അകത്തോട്ട്. ആരും തന്നെ പിന്നെ ഞങ്ങളുടെ പുറകെ വന്നവരാരും തന്നെ പേ ചെയ്യുന്നതും കണ്ടില്ല. പക്ഷെ ഞങ്ങൾ ഇതിന് മുമ്പ് 4 തവണ ഇവിടെ വന്നപ്പോഴും നമ്മൾ പേ ചെയ്തിട്ടാണ് ഒരു കയറുന്ന സ്ഥലത്ത് പൈസ കൊടുത്തിട്ടാണ് കയറിയിട്ടുള്ളത് കേട്ടോ. നമ്മൾ മനഃപൂർവ്വം കൊടുക്കാതിരുന്നതല്ല, നമ്മളവിടെ ആരെയും കണ്ടിട്ടുമില്ല, ആരും കൊടുക്കുന്നതും കണ്ടില്ല, എല്ലാവരും അതുവഴിയാണ് കയറിയതും.
അങ്ങനെ ഞങ്ങളിതേ എത്തി. അങ്ങനെ കയറി ചെല്ലുമ്പോൾ നമ്മൾ ഈ കാണുന്ന വ്യൂ ഇങ്ങനെയാണ്. അപ്പോൾ ഇത് ബാക്ക് സൈഡാണ്. ഞങ്ങൾ കയറി ചെന്നത് ബാക്ക് സൈഡ് വഴിയാണ്. നമ്മൾ വന്ന് കാർ ഇറങ്ങിയ സ്ഥലത്തു കൂടി തന്നെ ഒരു ഗേറ്റ് ഉണ്ടായിരുന്നു, അതുവഴി നമ്മൾ കയറി. എനിക്ക് തോന്നുന്നു ഇത് ബാക്ക് സൈഡാണെന്ന്. അപ്പോൾ ദേ ആ ഏറ്റവും മുകളിലായിട്ട് കാണുന്ന കണ്ടില്ലേ, ദേ സൂം ചെയ്ത് കാണിക്കുന്നില്ലേ, അതാണ് ഞങ്ങൾ പറഞ്ഞ ഹോട്ടൽ റെസ്റ്റോറൻറ്റ്. അതൊരു വലിയ റെസ്റ്റോറൻ്റാണ്. അവിടെ പോയി കഴിഞ്ഞ് താഴോട്ട് നോക്കിയാലാണ് നമുക്ക് മൊത്തം വ്യൂ കാണാൻ പറ്റുമെന്ന് പറഞ്ഞത് കേട്ടോ. അപ്പോൾ നമ്മൾ അങ്ങോട്ട് പോകുന്നില്ല, നമ്മൾ ജസ്റ്റ് ഈ താഴ്ഭാഗം മാത്രം, താഴെയുള്ള എന്തൊക്കെ ഉണ്ടോ അത് മാത്രം നമ്മൾ ഈ വീഡിയോയിൽ കാണിക്കുന്നുള്ളൂ. അപ്പോൾ ഞാനിനി നിങ്ങളെ കാണിക്കാൻ പോകുന്നത് ഇവിടുത്തെ ഒരു ടോട്ടൽ ഔട്ട്ലുക്ക്, ഒരു ബാക്ക്ഗ്രൗണ്ട് മ്യൂസിക്കൊക്കെ ഇട്ട് കാണിച്ചു തരാം. അപ്പോൾ ഗായ്സ്, അങ്ങനെ ഞങ്ങളിങ്ങനെ പൊക്കോണ്ടിരുന്നപ്പോഴാണ് ഞാൻ ആ കാര്യം കണ്ടത്. എന്ത്? പാത്തു ബലൂൺകാരനെ കണ്ടു ഗൈസ്. ബലൂൺ എന്ന് പറഞ്ഞാൽ പാത്തൂസിൻ്റെ ഫേവറേറ്റ് ഐറ്റമാണ് കേട്ടോ. കളിപ്പാട്ടങ്ങളിലൊക്കെ ഏറ്റവും ഇഷ്ടം ബോളും ബലൂണും ഒക്കെയാണ്. പിന്നെ ആര് വേണം എന്നൊന്നും നോക്കില്ല, ആര് പുറകെ ഉണ്ടോ, പപ്പായും മമ്മിയും ഉണ്ടോ ഒന്നും നോക്കില്ല, നേരെ പുള്ളിക്കാരൻ്റെ അടുത്തോട്ടൊരു ഓട്ടം. പിന്നെ അവൾക്ക് ബേബി ഷാർക്ക് വേണം, പിങ്ക് പാങ്കർ വേണം, സ്പൈഡർമാൻ വേണം, എന്തൊക്കെയൊക്കെയോ അവൾ പറയുന്നുണ്ട്. ലാസ്റ്റ് ഒരു എയ്റോപ്ലെയിൻ മേടിച്ചു കൊടുത്തു. അത് തിരിച്ചു വരുന്നതിന് മുമ്പ് തന്നെ അവിടെ വെച്ച് തന്നെ പൊട്ടിയും പോയി ഗൈസ്. അപ്പോൾ ഗൈസ്, ഇവിടെയാണ് ഒരു കായലുണ്ട്. കായലല്ല, ഒരു പൂള് പോലെ വലിയ
അവരുണ്ടാക്കി വെച്ചിട്ടുണ്ട്. അവിടെ നമുക്ക് ബോട്ടിങ് എല്ലാ പാർക്കുകളിലും നാട്ടിലും ഒക്കെ ഉള്ളതുപോലെ ബോട്ടിങ് ഫെസിലിറ്റീസ് ഉണ്ട്. നമുക്ക് പൈസ കൊടുത്താൽ അതിലൊക്കെ കയറാം. നല്ല രസമാണ്, നല്ല എൻജോയ്മെൻ്റ് ആണ് കേട്ടോ. അപ്പോൾ ഈ പാർക്കിൻ്റെ അകത്ത് തന്നെ ചെറിയ ചെറിയ ഷോപ്പുകൾ കാര്യങ്ങളൊക്കെ ഉണ്ട്. നമുക്ക് സ്നാക്സ് കാര്യങ്ങൾ, ചായ, പോപ്കോൺ അങ്ങനെയൊക്കെ എല്ലാം വാങ്ങിക്കാം. അങ്ങനെ ഞങ്ങൾ നടന്ന് കുഴഞ്ഞു ഗൈസ്. കുറച്ച് നേരം എവിടെയെങ്കിലും ഇരുന്ന് എന്തെങ്കിലും കഴിക്കാം എന്നോർത്ത് ഞങ്ങളും ചെറിയ എന്തൊക്കെയൊക്കെ വാങ്ങി. അത് കഴിഞ്ഞപ്പോൾ പാത്തൂസിന് ഒരേ ഒരു വാശി, അവൾക്ക് കാറിൽ കയറണം. അവിടെ പല ടൈപ്പ് കാറുകളുണ്ട്. വലിയ കുട്ടികൾക്കാണെങ്കിൽ തന്നെ സ്റ്റിയറിങ്ങും കാര്യങ്ങളുമായിട്ട് ഓടിക്കാൻ പറ്റും. ചെറിയ കുട്ടികൾക്കാണെങ്കിൽ നമുക്ക് റിമോട്ട് അവർ തരും, അതിൽ നമുക്ക് കൺട്രോൾ ചെയ്ത് അവരെ കൊണ്ട് ഓടിപ്പിക്കാൻ പറ്റും. പിന്നെ അതുകൂടാതെ സൈക്കിളുകളുണ്ട് ചെറിയ ഇരുന്ന് പോകുന്നത്, അത് കുഞ്ഞുങ്ങൾ തന്നെ ഓടിച്ചോളും. അങ്ങനെ പല ടൈപ്പ് ഉണ്ട്. അപ്പോൾ 10 മിനിറ്റ്സിന് 10 റിയാൽ, അത്രയൊക്കെ വലിയ റേറ്റ് കൂടുതലൊന്നും ഇല്ല, കുഴപ്പമില്ല. നമുക്ക് 10 മിനിറ്റ്സ് 10 റിയാൽ, അത്രയും കുഞ്ഞുങ്ങൾക്ക് നല്ലപോലെ എൻജോയ് ചെയ്യാൻ പറ്റുന്നുണ്ട് കേട്ടോ. നല്ല രസമാണ് അതിൽ കയറുമ്പോൾ. നമുക്ക് റിമോട്ട് കൺട്രോൾ ചെയ്യുന്ന ആൾക്ക് അതിലീ രസമാണ് കേട്ടോ. ആദ്യമൊക്കെ ഞാൻ ഭയങ്കര വളച്ചും തിരിച്ചൊക്കെയാണ് ഓടിച്ചത്, പക്ഷേ ലാസ്റ്റ് ആയപ്പോൾ ഞാൻ നല്ല എക്സ്പേർട്ടായിരുന്നു. അങ്ങനെ പാത്തൂസിനെ അതിൽ കയറ്റി ഇറങ്ങാൻ നേരം ഭയങ്കര കരച്ചിലും അലമ്പുമായിരുന്നു ഗൈസ്. പാത്തൂസ് ഒരു തരത്തിലും ഈ കാറിൽ നിന്ന് ഇറങ്ങാൻ വില്ലിങ് ആവുന്നുണ്ടായിരുന്നില്ല ഗൈസ്. ഭയങ്കര അലമ്പായിരുന്നു കേട്ടോ. ലാസ്റ്റ് എന്ത് ചെയ്തെന്നറിയാമോ, ഒരു തരത്തിൽ ഞങ്ങൾ പൊക്കിയെടുത്തുകൊണ്ട് പോയി, കുറേ കരയുകയൊക്കെ ചെയ്തു. അത് കഴിഞ്ഞ് ലൈവൊക്കെ പോയി കഴിഞ്ഞ് എല്ലാം കഴിഞ്ഞ് ലാസ്റ്റ് ആയപ്പോഴത്തേക്കിനും വീണ്ടും അവൾ ഇതുപോലെ കാറൊക്കെ കണ്ടപ്പോൾ വീണ്ടും കരഞ്ഞപ്പോൾ വീണ്ടും വേറൊരു റെഡ് കളറിലെ കാറെടുത്ത് വീണ്ടും ഇതുപോലെ 10 മിനിറ്റ്സ് കൂടെ അവളെ ഇരുത്തി ഓടിച്ചു കഴിഞ്ഞാണ് പുള്ളിക്കാരി വീട്ടിൽ വരാൻ വില്ലിങ് ആയത്. അതുവരെ അലമ്പായിരുന്നു.
കഴിഞ്ഞ് ഞങ്ങൾ കുറച്ച് നേരം അവിടെയൊക്കെ കറങ്ങി നടന്ന് കണ്ടു ഗൈസ്. പാത്തുവാണെങ്കിൽ ഓട്ടോടോട്ടം ഓരോ സാധനത്തിലും പോയി കയറാനും ഒക്കെ ഭയങ്കര കരച്ചില്ല. അവർക്ക് എല്ലാത്തിലും കയറണം. അവിടെ ആണെങ്കിൽ ഒറ്റ മനുഷ്യൻ ഒന്നിലും കയറുന്നില്ല. എല്ലാവരും അവിടെ ഗ്രാസിലൊക്കെ ഇരുന്ന് ഓരോന്ന് കഴിക്കുകയും അങ്ങനെയൊക്കെ എൻജോയ് ചെയ്യുക. പിന്നെ ആകെ പോകെ അവർ കൂടുതൽ പിള്ളേരും കയറുന്നത് ആ കാറിലും സ്കൂട്ടറും ഒക്കെ ഉണ്ട്, അതിലൊക്കെ മാത്രമേ ഉള്ളൂ. അല്ലാതെ ഈ വള്ളത്തിലും അങ്ങനത്തെ ഒക്കെ വലിയ സാധനങ്ങളൊക്കെ ഇല്ലേ, ഭയങ്കര കറങ്ങുന്നതും അങ്ങനത്തെ ഒക്കെ ആ ഹെവി ആയിട്ടുള്ള അതിലൊന്നും കുഞ്ഞുങ്ങളെ കയറ്റുന്നത് എങ്ങനെയാണ്? അത് എനിക്കാണെങ്കിലും ഇൻട്രസ്റ്റ് ഇല്ല അതിലൊന്നും. അപ്പോൾ എനിക്കെന്തോ ഇൻട്രസ്റ്റ് ഇല്ലായിരുന്നു കയറാൻ. ഹസ്ബൻഡിനാണെങ്കിലും ഇൻട്രസ്റ്റ് ഇല്ലായിരുന്നു. അപ്പോൾ പിന്നെ കുഞ്ഞിനെ കയറ്റാനും പറ്റില്ല. അവളാണെങ്കിൽ എല്ലാ സാധനത്തിലും കയറണം. അവൾക്ക് എല്ലാത്തിൻ്റെയും ഗേറ്റിൻ്റെ അവിടെ പോയി നിന്നുകൊണ്ട് വഴക്കുണ്ടാക്കും അകത്തോട്ട് കയറി വിടാൻ വേണ്ടി. അങ്ങനെ അതിൽ കൂടെ കുറേ ഓടി, അവിടെ കൂടെ പൂച്ച അതും ഇതുമൊക്കെ പോകുന്നതുകൊണ്ട് അതിൻ്റെ പുറകെ കുറേ ഓടി. മൊത്തത്തിൽ പറഞ്ഞാൽ ആ പാർക്ക് മൊത്തം ഈ പാത്തൂസ് എന്നെ ഓടിപ്പിച്ചു. ഇവൾ ഓടുന്നതിൻ്റെ പുറകെ ഓടി ഓടി ഞാൻ ഒരു പരുവായി ഗൈസ്. എന്ത് ചെയ്യാനാ, പിടിച്ചാൽ കിട്ടണ്ടേ, എവിടെ അടങ്ങിയിരിക്കത്തില്ല. പിന്നെ നമ്മൾ ഇത്രയും നേരം അവിടെ ഇരുന്നതെന്ന് പറഞ്ഞാൽ നമ്മൾ നമ്മുടെ കാറ് വരുന്നത് വെയിറ്റ് ചെയ്തിരിക്കുമായിരുന്നു. അതുകൊണ്ടാണ് നമുക്ക് പെട്ടെന്ന് പോകാൻ പറ്റാനതും. അപ്പോൾ അങ്ങനെ ഞാനും അവളുടെ കൂടെ കുറേ നേരം ഓടി. അങ്ങനെ കുറേ നേരം ഫോട്ടോ ഒക്കെ എടുത്തു ഞങ്ങൾ. അങ്ങനെ കുറേ നേരം ടൈം സ്പെൻഡ് ചെയ്തു. അത് കഴിഞ്ഞ് തിരിച്ച് വീട്ടിൽ പോകാമെന്ന് പറഞ്ഞപ്പോൾ പാത്തൂസിന് വരണ്ട, പാത്തൂസ് ഒരു തരത്തി അവിടുന്ന് വരില്ല. അവൾ കരയാൻ തുടങ്ങി, അവൾക്ക് അവിടെ നിൽക്കണമെന്നും പറഞ്ഞ്. അങ്ങനെ കുറേ നേരം കരച്ചിലൊക്കെ ആയി. പിന്നെ ഞങ്ങൾ നമ്മുടെ വണ്ടി ഓടിക്കുന്നതൊക്കെ വന്നു. അങ്ങനെ ഞങ്ങൾ ഒരുമിച്ച് വെള്ളമൊക്കെ കുടിച്ച് ജ്യൂസൊക്കെ കുടിച്ചിട്ട് ഒരുമിച്ച് ഞങ്ങൾ തിരിച്ചു പോന്നു. ഇത്രേ ഉള്ളൂ. നമ്മുടെ വലിയൊരു വീഡിയോ ആയിരുന്നു ഇത്. എങ്കിലും ഞാൻ കുറേ പോർഷൻ കട്ട് ചെയ്ത് കളഞ്ഞിട്ടാണ് ഇത്രയെങ്കിലും ചെറുതാക്കിയത്. അപ്പോൾ മൊത്തം കട്ട് ചെയ്ത് കളഞ്ഞു കഴിഞ്ഞാൽ നമുക്കും ഇതൊരു ഓർമ്മയാണ്. ഇതിലിങ്ങനെ കിടക്കുമ്പോൾ നമുക്കും പിന്നെ ഒരു വട്ടം കാണാമല്ലോ. അപ്പം മൊത്തം കട്ട് ചെയ്ത് കളഞ്ഞു കഴിഞ്ഞാൽ പിന്നെ നമുക്കത് ഗ്യാലറിയിൽ നിന്നും പോയി കഴിഞ്ഞാൽ പിന്നെ കാണാൻ പറ്റില്ല. അതുകൊണ്ട് എനിക്ക് മാക്സിമം കട്ട് ചെയ്യാവുന്നതെല്ലാം കട്ട് ചെയ്തിട്ട് ബാക്കിയുള്ളത് എല്ലാം കൂടെ ചേർത്താണ് ഒരു വീഡിയോ ആക്കിയത്. മുഴുവൻ കാണാൻ പറ്റുന്നവരൊക്കെ സ്കിപ്പ് അടിക്കാതെ കാണുക. അല്ലാത്തവർക്ക് ജസ്റ്റ് ഒരു സമറ പാർക്കിൻ്റെ മൊത്തത്തിലുള്ളൊരു ഔട്ട്ലുക്ക് എന്തായാലും ഈ വീഡിയോയിൽ നിന്ന് കിട്ടും ഞാൻ പ്രതീക്ഷിക്കുന്നു. അപ്പോൾ ഞാൻ പറഞ്ഞതാരും മറക്കണ്ട. വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യണം, കമൻറ്റ് ചെയ്യണം. കമൻറ്റ് ബോക്സിൽ പ്രത്യേകിച്ച് നിങ്ങൾക്ക് ആ ഏറ്റവും മുകളിലുള്ള റെസ്റ്റോറൻറ്റിൽ പോയി നിന്നിട്ട് താഴോട്ടുള്ള ഹൈലിലെ വ്യൂ വേണം എന്ന് ആഗ്രഹമുള്ളവർ ആരെങ്കിലും ഉണ്ടെങ്കിൽ, നമ്മുടെ ലൈവിൽ അന്ന് വന്നവർക്ക് അറിയായിരിക്കും, അവർക്ക് ആർക്കെങ്കിലും അത് കാണണം എന്ന് ആഗ്രഹമുണ്ടെങ്കിൽ കമൻറ്റ് എഴുതിയിടുക. ഇട്ടാൽ മാത്രം ഞാൻ അങ്ങനെ ഒരു ലൈവ് ചെയ്യുന്നതായിരിക്കും, അല്ലെങ്കിൽ ഇല്ല കേട്ടോ. അപ്പോൾ ബൈ ബൈ ഗായ്സ്. താങ്ക്സ് ഫോർ വാച്ചിങ് അവർ വീഡിയോ. താങ്ക് യു വെരി മച്ച് ഫോർ യുവർ സപ്പോർട്ട് ആൻഡ് ലവ്. ഓക്കെ, ബൈ ബൈ, സീ യു.